ഒരു യാത്ര എറണാകുളം ആഗ്രഹിച്ചതാണ്. പലപ്പോഴും തിരക്ക് ഓരോ നമ്മുടെ സാഹചര്യം കൊണ്ട് പോക്ക് വേണ്ടത് വെച്ചതാണ്. അവസാനം അത് ഒത്തു വന്നു. ജീവിതത്തിൽ ഓരോക്കെ സംഭവിക്കുക അങ്ങനല്ല, നമ്മൾ കരുതുന്നതും പല കാര്യങ്ങളും കാര്യം നടക്കാം. ഇപ്പോഴിങ്ങനെ യാത്ര പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല. നമ്മൾ സുരേഷ് പറഞ്ഞപ്പോൾ ഒന്ന് പോയേക്കാൻ കയറി അങ്ങനെ പ്ലാൻ ചെയ്തു. ഞങ്ങളാണെങ്കിൽ നല്ലൊരു ടീമുണ്ട് കൂടെ. ഞങ്ങൾ 12 പേരുണ്ട്. പോകുന്ന വഴി ബാക്കി പറയാം. ഇന്നലെ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 5 ഫ്ലൈറ്റിന് വന്നു. കോഴിക്കോട് ഡൽഹിയിൽ 8:30 എത്തി. പിന്നെ അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ ഇപ്പോൾ 8:10 ഡൽഹിയിൽ നിന്ന് ജമ്മു വഴി ശ്രീനഗറിനുള്ള ഫ്ലൈറ്റാണുള്ളത്. 10:45 ശ്രീനഗർ. ഒത്തിരിയേറെ നമുക്ക് ഒരു പക്ഷേ പറയാറില്ലേ, ഒരു ജന്മത്തിൽ നമ്മളെങ്ങും പോയില്ലെങ്കിലും ശ്രീനഗറിൽ പോയി അല്ലെങ്കിൽ ജമ്മു കാശ്മീർ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു തുല്യമാണെന്ന് പറയാം. അപ്പോൾ അത്രത്തോളം മനോഹരമായ സ്ഥലത്തേക്കാണ് യാത്ര. പോകുന്ന വഴി പല കാര്യങ്ങളും പങ്കുവെക്കാനുണ്ട്. കൂടെ വൈഫുണ്ട്, അപ്പുറത്ത് മോളുണ്ട്, ബ്രദർ സുരേഷുണ്ട്, പിന്നെ ഗിരീഷ്, ഫാദർ ഗിരീഷ്. അവിടെ അമൃത്സറിൽ നിന്നും ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. പിന്നെ സുരേഷിൻ്റെ കോബദേഴ്സ് ഉണ്ട്. നല്ലൊരു ടീം. ഞങ്ങളൊരു 10-13 പേരുള്ള ടീമാണ്. അത്യാവശ്യം ശ്രീനഗറിലെ കാശ്മീരിൻ്റെ സുന്ദരമായ പ്രദേശങ്ങളും 4 ദിവസം കവർ ചെയ്യുന്നതാണ് ലക്ഷ്യം. വേണ്ടത് പോലെയുണ്ട് ആഗ്രഹം. അതുകൊണ്ടാണ് പാടിപ്പുറപ്പെട്ടേക്കുന്നത്. ഭയങ്കര ആഗ്രഹമാണ്. ഒരു 1 അവർ ജമ്മു എത്തും. ജമ്മുവിൽ ഒരു അരമണിക്കൂർ താമസമുണ്ട്. അതിൻ്റെ സെയിം ഫ്ലൈറ്റ് സെയിം സീറ്റ് മാറേണ്ട ആവശ്യമില്ല. നേരെ കാശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക്. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് അറിയില്ല. നമ്മുടെ പാക്കേജിൽപ്പെടുന്ന ഒരു പാക്കേജിൻ്റെ ഭാഗമായി പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. യാത്ര തുടക്കത്തിൻ്റെതായൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമ്മൾ നേരിൽ കണ്ട് കാര്യങ്ങൾ പറയാം. ജമ്മുവിലെത്തി. ഇവിടെ ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. സെയിം ഫ്ലൈറ്റ് സെയിം സീറ്റ് ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്നാണ് നമ്മുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ഹിമാലയത്തിൻ്റെ മടുത്തുള്ള ശ്രീനഗറിലേക്ക്. ഹിമാലയൻ മലനിരകളുടെ ആശ ഭാരത സംസ്കാരത്തിൻ്റെ മടുത്തുകളിലേക്കുള്ള യാത്രയാണ്. കുന്നുകർ കയറി ശരിക്കും പറയാൻ എല്ലാവരും പറഞ്ഞു കേട്ടത് ജമ്മുവിൽ നിന്നും ട്രെയിനിനോ അല്ലെങ്കിൽ കാറിനൊക്കെയാണ് ശ്രീനഗറിലേക്ക് പോകേണ്ടതെന്നാണ്. പക്ഷേ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ സമയം 9:30. ഇവിടെ 9:30 ഫ്ലൈറ്റ് എടുക്കും. 10:45 ആകുമ്പോൾ 10:45 ശ്രീനഗർ എന്നാണ് പറയുന്നത്. വെയിറ്റിംഗ്.
ശ്രീനഗർ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നമ്മളെക്കത്ത് നമ്മുടെ അർബാനിയ. മധുരമുണ്ടോ? इसका नाम है मटरी अല്ലേ? ഇത് മട്ടർ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അയക്ക് പൂരി. യെസ്, നമ്മുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള നീക്കത്തിലാണ്. മനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണത് കേട്ടോ, കുഴപ്പമില്ല. നമ്മുടെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ചെക്കിൻ്റെ പ്രോസസ്സുമായി സുരേഷും ടീം നിൽക്കുന്നു. എല്ലാവരും ഓരോ മൂലയിലായി. ആദ്യം വൈഫൈ കണക്ടിവിറ്റി ചോദിക്കുന്നത്. ഇതാണ് ലാൽ ചൗക്കിലെ ഫേമസ് ആയ ക്ലോക്ക് ടവർ. ഓക്കെ, ഗണ്ടാഗർ. അതല്ലേ സാധാരണ ഇവിടെ എക്സ്പെൻസീവ് അല്ലേ പൊതുവെ? ഇവിടുത്തെ കാശ്മീരി ഇത് ക്ലോത്ത് ഭയങ്കര ഇതാണല്ലോ, ഫേമസ് അല്ലേ? ഡേ 1 റൂമിൽ പോയി ഫ്രഷായി. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവരുടെ പാക്കേജ് പ്രകാരം ഈ ഹോട്ടലാണ് പറഞ്ഞിരുന്നത്, മുഗൾ ദർബാർ. അപ്പോൾ അങ്ങോട്ട് നിന്ന് പോവാണ്. തണുപ്പൊന്നും ഇല്ലെന്നേ. കയറിപ്പോ. നമുക്ക് അപ്സ്റ്റേർ എന്നല്ലേ പറഞ്ഞത് സുഖേ? നമ്മുടെ ഫുഡ് അപ്സ്റ്റേർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്സ്റ്റേറിൽ പോയി നോക്കാം. ഇതൊക്കെ കുഴപ്പമില്ല. ഒരു 18th സെഞ്ച്വറിയിലെ ഒരു എന്താ പറയുക, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ 18th സെഞ്ച്വറിയിലെ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ കടന്നു എന്ന ഫീലായുള്ളത്. ഇത് കാശ്മീരി സ്റ്റൈൽ ഡൈനിങ് ഏരിയ ആണ്. കൊള്ളാം അല്ലേ? എന്ത് രസം നോക്കിയാൽ അല്ലേ? ബ്യൂട്ടിഫുൾ. നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാൻ നമ്മുടെ മുട്ട് വഴങ്ങുകയല്ലോ. നമ്മുടെ പ്രായവും നമ്മുടെ ഒരു ശീലവുമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറി കാശ്മീരി വിട്ട് നമ്മൾ കേരള സ്റ്റൈലിലേക്ക് എത്തി. അതാണ് സംഭവം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കാശ്മീരി ഫുഡ് സ്റ്റൈലിൽ അവിടെ കാശ്മീർ ഇരുന്ന് കഴിക്കായിരുന്നു. കാശ്മീരിലെ വാസ്മാൻ അല്ലേ? ഇപ്പോൾ സുരേഷ് വൈഫില്ലെങ്കിൽ വൈഫൈ വേണം. സുരേഷിന്റെ വിഷയമാണ്. ഫസ്റ്റ് വൈഫൈ, then only wife. नहीं वो आप खुद करेंगे, ये मैं इसमें रखूं क्या? बड़ा वाला मटन का
അല്ല നോറൊക്കെ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ അല്ല ഈ ഫുഡിന്റെ പേരെന്താ പറയാ വാഷ്വാ അല്ല इसको वाजवान बोलते हैं वाजवान का हाफ वाजवान जी ओके ये इसका मेन कोर्स आ रहा है ट्रेडिशनल फूड ऑफ काश्मीर यस 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 एब्सोल्युटली राइट ഓക്കെ അപ്പം ഇത് കാശ്മാരി സോറി ഇത് കാശ്മാരി അല്ല വാസ്വാൻ എന്നാണ് You take first starter तंदूरी चिकन कश्मीरी वाजा चिकन कश्मीरी तंदूरी चिकन टिक्का स्टार्टर फिनिश चटनी के साथ फिर चिकन कोरमा चिकन रोगन जोश फिनिश पे चिकन यखनी खाना हाथ से ये लेट्स स्टार्ट प्लीज थैंक यू ഓക്കെ 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 ये मटन है या चिकन है मटन सब कुछ मटन है ഇവിടെ ചിക്കൻ ഒക്കെയാണ് ये और मटन है ദാ ചിക്കൻ ये चिकन पीस का सारा मटन है അങ്ങോട്ട് കൊടുക്ക് അവരിപ്പം ഭയങ്കര പിള്ളേർക്ക് ചിക്കൻ മതി ആവശ്യം ദാ ചിക്കൻ लिसन टू मी ये चिकन और मटन भैया ये चिकन है बाकी सब मटन है ഹാഫ് മട്ടൺ ഹാഫ് ചിക്കൻ ഈ വാസ്വാൻ എന്ന് പറയുന്നത് കാശ്മീരിലെ ട്രഡീഷണൽ ഫുഡാണെന്ന് പറയുന്നത് അപ്പോൾ ഏതാണെങ്കിലും ഞങ്ങളൊരു ഹാഫ് വാസ്വാൻ ചിക്കൻ വാസ്വാനും പറഞ്ഞു ഹാഫ് മട്ടൺ വാസ്വാനും പറഞ്ഞു ഏതൊക്കെയുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുക കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇട്ട് ഫ്രൈ കഴിച്ച് എന്ത് തോന്നുന്നു കഴിച്ചു വല്ല വല്ല വികാരം പോകുന്നു കഴിച്ചു എന്ത് തോന്നുന്നു നോർമൽ അത്രേ ഉള്ളൂ അല്ലേ ബോബി സാർ എങ്ങനെയുണ്ട് ചിക്കൻ അതെന്താ ചിക്കൻ അല്ല ചിക്കനാണ് എന്നിട്ട് എന്ത് കഴിച്ചിട്ട് ഒരല്പം ലൈറ്റ് ഗ്രേവിയാണ് ഓക്കെ 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 ഉപ്പ് കുറച്ച് കൂടുതൽ അങ്ങനെ ഫുഡ് കഴിച്ചൊരു പേര് വാസ്വാൻ കുഴപ്പമില്ല വെച്ചാൽ ചിക്കൻ്റെയും മട്ടൻ്റെയും എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻസ് വിത്ത് റൈസ് പ്ലെയിൻ റൈസ് ആൻഡ് മസാല റൈസ് കുഴപ്പമില്ല കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ഫ്ലേവർ നമ്മളൊക്കെ അമിതമായി മസാല ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്കത് പൂർണ്ണ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും കുഴപ്പമില്ല റിയലി നമ്മളതൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ അല്ലേ അത് നമ്മൾ എൻജോയ് ചെയ്ത് കിട്ടാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒന്നാം ദിവസത്തെ ആദ്യ സൈറ്റ് സീയിലേക്കുള്ള യാത്രയാണ് എങ്ങോട്ടെന്നുള്ളത് പറയേണ്ടത് അവർ തന്നെയാണ് എല്ലാവരും വണ്ടിയിലേക്ക് കയറാം ശരിക്കും യാത്രക്ഷീണമുണ്ട് കാരണം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് പോകുന്നതല്ലേ ഉറക്കത്തെ ശരിയായെങ്കിലും റൊട്ടീൻ ലൈഫിൽ നിന്ന് മാറുമ്പോൾ കുറച്ച് വിഷമമുണ്ടാവും യാത്രകളുള്ളതൊക്കെ അതാണെങ്കിലും ഇന്ന് ചെറിയ ചെറിയ യാത്രകൾ അധികം ദൂര സ്ഥലങ്ങളൊന്നും കാണുന്നില്ല കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കാരണം യാത്രയ്ക്കൊക്കെ മാറി ഒന്ന് ഇറങ്ങി നാളെയാണ് നമ്മൾ കാശ്മീരിലെ ശ്രീനഗറിലെ ഹൃദയ പാർക്കുകൾ ഏറ്റവും അട്രാക്റ്റീവ് ഒന്നാണ് കാണുന്നത് ഇന്നിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇതേ ഒന്ന് ശ്രീനഗർ ടൗൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് മാത്രമേ അവർ ഫസ്റ്റ് ലൊക്കേഷൻ Mughal garden ടു മുഗൾ ഗാർഡൻ ഓക്കെ